ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 2.1 ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. ലാറ്ററൽ എർത്ത് പ്രഷർ എന്താണ്, അതിന് 3 കൈൻഡ്സ് ആയിട്ടുള്ള അറ്റ് റെസ്റ്റ്, പാസീവ്, ആക്റ്റീവ് എർത്ത് പ്രഷർ ഒക്കെ എന്താണെന്നും കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾസിനൊക്കെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. റിറ്റൈനിങ് വാൾ, അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ലാറ്ററൽ എർത്ത് പ്രഷറുമായി ബന്ധപ്പെട്ട് 2 തിയറീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റാങ്കൈൻസ് തിയറി ആൻഡ് കുളോംബ്സ് തിയറി. ഈ 2 തിയറിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ റാങ്കൈൻസ് തിയറി. റാങ്കൈൻ 1857 റാങ്കൈൻ ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ ലാറ്ററൽ എർത്ത് പ്രഷർ. അതുപോലെ തന്നെ ഹി കൺസിഡർ ദ ബാക്ക് ഫിൽ ആസ് ഡ്രൈ ആൻഡ് കൊഹഷൻലെസ് സോയിൽ. അങ്ങനെയാണ് റാങ്കൈൻ ഡെവലപ്പ് ചെയ്ത സമയത്ത് സോയിലിനെ ഡ്രൈ ആയിട്ടും കൊഹഷൻലെസ് സോയിലുമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ലേറ്റർ എന്ത് ചെയ്തു, റേസൽ ആൻഡ് ബെൽ, അതിന് ശേഷം ഉള്ള വർഷങ്ങളിൽ റേസലും അതുപോലെ ബെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും അതിനെ കൊഹസീവ് സോയിലിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിൽ അതിന് മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി അസംഷൻസ്, റാങ്കൈൻ തിയറിയുടെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അസംഷൻ, ദ സോയിൽ മാസ് ഈസ് സെമി ഇൻഫിനൈറ്റ്, ഹോമോജീനിയസ്, ഡ്രൈ ആൻഡ് കൊഹഷൻലെസ്. ഓക്കെ, സെമി ഇൻഫിനിറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോമോജീനിയസ് ആണ്, ഡ്രൈ ആണ്, കൊഹഷൻലെസ് സോയിലാണെന്നാണ് അസംഷൻസിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് സർഫസ് ഇസ് എ പ്ലെയിൻ വിച്ച് മേ ബി ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ്. അതായത് നമ്മളുടെ ബാക്ക് ഫിൽ ആണല്ലോ ഇവിടുത്തെ ഗ്രൗണ്ട് സർഫസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ റിട്ടേണിംഗ് വാളിൻ്റെ ബാക്കിലേക്കുള്ള ആ ബാക്ക് ഫിൽ എന്നത് പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, അത് ഹൊറിസോണ്ടലോ ഇൻക്ലൈൻഡോ ആവട്ടെ, പ്ലെയിൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വോളിൻ്റെ ഫേസ്, അതായത് സോയിലുമായി കോണ്ടാക്ട് ചെയ്യുന്ന ബാക്ക് ഫില്ലുമായി കോണ്ടാക്ട് ചെയ്യുന്ന വോളിൻ്റെ ഫേസ് എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്, സ്മൂത്ത് ആണ്. ഓക്കെ, ഫ്രിക്ഷനും കാര്യങ്ങളും അവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. വെർട്ടിക്കലാണ്, സ്മൂത്ത് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, വോൾ ഈൽസ് അബൌട്ട് ദ പേസ് ആൻഡ് ദസ് സാറ്റിസ്ഫൈ ദ ഡിഫോർമേഷൻ കണ്ടീഷൻ ഫോർ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം. ഇതൊരു പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ബേസിലാണ് നമ്മൾ ഇത് അസംഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം ഓഫ് സോയിലിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് റാങ്കൈൻ സ്റ്റേറ്റുകൾ എന്തൊക്കെയാണ്, അതിന് ഡിഫറൻസുകളാണ് പറയുന്നത്. സോ ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ റാങ്കൈൻസ് തിയറി പ്രകാരം Ka ഇസ് ഈക്വൽ ടു 1 - sin phi by 1 + sin phi. ഫൈ എന്താണ്, ആംഗിൾ ഓഫ് റീപോസ് ഓഫ് ദ സോയിൽ അല്ലേ. അതേസമയത്ത് അത് പാസീവിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ മൈനസും പ്ലസും ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. മുകളിൽ ന്യൂമറേറ്ററിൽ 1 + sin phi, ഡിനോമിനേറ്ററിൽ 1 - sin phi. ഇതിനൊന്ന് ഡെറിവേഷനും കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇത് കൊഹഷൻലെസ് സോയിലാകുമ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, PA, അതായത് ആക്റ്റീവ് എർത്ത് പ്രഷറാണ്. PA ഇസ് ഈക്വൽ ടു എന്താണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കോയിഫിഷ്യൻറ്റ് K എന്തായിരുന്നു, ലാറ്ററൽ എർത്ത് പ്രഷർ കോയിഫിഷ്യൻ, ആക്റ്റീവ് എർത്ത് പ്രഷർ കോയിഫിഷ്യൻറ്റ് Ka ഇൻറ്റു സിഗ്മ V. സിഗ്മ V എന്താണ്, ഗാമ ഇൻറ്റു Z. നമ്മൾ ഏതൊരു ഡെപ്തിലെ പ്രഷറാണോ കണ്ടുപിടിക്കുന്നത് ആ ഡെപ്ത് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ സിഗ്മ. സോ ഗാമ Z ആണ് സിഗ്മ V. അതിനോട് കൂടിയിട്ട് ഈ ആക്റ്റീവ് പ്രഷറിൻ്റെ കോയിഫിഷ്യൻറ്റ് Ka ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു, PA, ആക്റ്റീവ് എർത്ത് പ്രഷർ ഉണ്ട്. സ്മോൾ ലെറ്റർ P ആണ്, സോ അത് പ്രഷറാണ്. അത് ക്യാപിറ്റൽ ലെറ്റർ P ആയിരുന്നെങ്കിൽ അത് പ്രഷർ ഫോഴ്സ് ആയേനെ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞുള്ളത് പ്രഷറിനെ കുറിച്ചിട്ടാണ്. അതേസമയത്ത് പാസീവ് എർത്ത് പ്രഷറിലേക്ക് വരുമ്പോൾ അത് കൊഹഷൻലെസ് സോയിൽ എന്താ വരിക, സെയിം ആ Ka എന്നുള്ളത് എന്ത് മാറും, Kp ആയി മാറും. ഓക്കെ, ഇനി ഇത് കൊഹസീവ് സോയിൽ ആകുമ്പോൾ എന്താണ് മോഡിഫിക്കേഷൻസ് വരുന്നത് നോക്കൂ. PA ഇസ് ഈക്വൽ ടു Ka സിഗ്മ V മൈനസ് 2C√Ka. അതായത് ആ ഒരു കൊഹഷൻ്റെ എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അപ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അത് ആക്റ്റീവ് ആകുമ്പോൾ -2C√Ka വരും. ഇനി അത് പാസീവിലേക്ക് വരുമ്പോൾ എന്ത് വരും, +2C√Kp. ഓക്കെ, പ്ലസ് വരും, സൈൻ ചേഞ്ച് വരുന്നുണ്ട്. അതേപോലെ Ka എന്നുള്ളതെല്ലാം Kp ആയി മാറും. ഈ രീതിയിലാണ് ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെയും പാസീവ് എർത്ത് പ്രഷറിൻ്റെയും കണ്ടീഷൻസും കാര്യങ്ങളും ഉള്ളത്. ഈ ഇക്വേഷൻസ് എല്ലാം പഠിക്കൽ നിർബന്ധമാണ്. പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, ഇനി ഫെയിലിയർ പ്ലെയിൻ എങ്ങനെ, റാങ്കൈൻസ് തിയറി പ്രകാരം ആക്റ്റീവ് എർത്ത് പ്രഷറിൻ്റെ കേസിലും പാസീവ് എർത്ത് പ്രഷറിൻ്റെ കേസിലുമുള്ള ഫെയിലിയർ പ്ലെയിൻ്റെ എങ്ങനെയാണ് വരുന്നു എന്നാണ് നോക്കട്ടെ. സോ ഫിഗറിലേക്ക് നോക്കൂ, AB എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, റീറ്റെയിനിങ് വാളാണ്. അതിൻ്റെ ബാക്കിലേക്ക് ബാക്ക് ഫിൽ കാണിച്ചിട്ടുണ്ട്. സോ ആക്റ്റീവ് എർത്ത് പ്രഷർ ആകുമ്പോൾ ABയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്, എവേ ഫ്രം ദ ബാക്ക് ഫിൽ. ഓക്കെ, സോ AB ഡാഷ് കാണിച്ചിട്ടുള്ളത് എന്താണ്, എവേ ഫ്രം ദ ബാക്ക് ഫിൽ. സോ അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ ആണ് ആ ട്രയാങ്കുലർ ഷേപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഫെയിലിയർ പ്ലെയിൻ, അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്താണ്, 45 ഡിഗ്രി + 5/2. ആ രീതിയിൽ ഹൊറിസോണ്ടലിൽ നിന്നും 45 ഡിഗ്രി + 5/2 ഡിഗ്രിയിലുള്ള ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേ സമയത്ത് പാസീവ് എർത്ത് പ്രഷറിലേക്ക് നോക്കൂ. ഇവിടെ എന്താണ്, AB റിറ്റേണിംഗ് വാളാണ്. ആ റിറ്റേണിംഗ് വാളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും പാസീവ് ആകുമ്പോൾ,
ടുവേർഡ്സ് ദ ബാക്ക് ഫിൽ. സോ എ ബി ഡാഷ്, ഓക്കെ, ഫിഗറിൽ നിങ്ങൾ ക്ലിയർ ആവും. എ ബി ഡാഷ് ആണ് അവിടുത്തെ റിറ്റേണിംഗ് വാളിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. സോ അവിടുത്തെ ഫെയിലർ പ്ലെയിൻ എന്ന് വരുന്നത് കുറച്ചും കൂടെ കൂടുതലാണ് അല്ലേ, ആക്റ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വലിയതാണ് ഇവിടുത്തെ ആ ഒരു ഏരിയ. അവിടുത്തെ ആംഗിൾ 45 ഡിഗ്രി മൈനസ് 5/2 എന്നുള്ള രീതിയിലാണ് അവിടുത്തെ അതിൻ്റെ ഫെയിലർ പ്ലെയിനിൻ്റെ ആംഗിൾ. സോ അതും കൂടെ കണക്കിലെടുത്തിട്ടുള്ള ഇക്വേഷനാണ് കെ എ ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു, 1 മൈനസ് സൈൻ 5 ബൈ 1 പ്ലസ് സൈൻ 5 ഇസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ 45 മൈനസ് 5/2. സെയിം തന്നെയാണ്, രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്. 5 എന്ന ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കെ എ കാണാൻ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. സോ കെ പി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, 45 ഡിഗ്രി പ്ലസ് 5/2 എന്നുള്ള രീതിയിലേക്ക് മാറും. രണ്ട് ഇക്വേഷനും സെയിം ആണ്. ഓക്കെ, ഇനി ടോട്ടൽ ആക്റ്റീവ് പ്രഷർ ഫോഴ്സ് കാണാൻ എന്താ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ പി എ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എ ഗാമ എച്ച് സ്ക്വയർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ, ബേസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്, അതാണ് പി എ പ്രഷർ ഫോഴ്സ് നമ്മൾ കണ്ടത് അല്ലേ, ഹാഫ് കെ എ ഗാമ എച്ച് സ്ക്വയർ. ഇനി അതിൻ്റെ ടോട്ടൽ പാസീവ് പ്രഷർ ഫോഴ്സിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കെ എ എന്നുള്ള ടേം കെ പി ആയി മാറുന്നു, ഹാഫ് കെ പി ഗാമ എച്ച് സ്ക്വയർ. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ റാങ്കൈൻസ് തിയറിയെ കുറിച്ച് പറഞ്ഞാൽ. ഇനി കുളോംസ് തിയറിയിലേക്ക് വരാം. കുളോംസ് തിയറി ആക്ച്വലി റാങ്കൈൻസിനേക്കാൾ വന്നിട്ടുള്ളതാണ്. അതായത് ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുള്ള തിയറി കുളോംസ് തിയറിയാണ്. അതിനുശേഷമാണ് ആക്ച്വലി റാങ്കൈൻസ് വന്നിട്ടുള്ളത്. എന്നാൽ പോലും റാങ്കൈൻസ് ആണ് മോർ പോപ്പുലർ ആയിട്ടുള്ളത്. ഓക്കെ, കുളോംസ് തിയറി കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് നമ്മൾ പൊതുവേ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന തിയറി റാങ്കൈൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി സിമ്പിളറാണ് അത്. ഇനി കുളോംസ് തിയറിയിലേക്ക് വരുവാണെങ്കിൽ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, റാങ്കൈൻസ് ആക്ച്വലി ഒരു സോയിൽ മാസിലുള്ള ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് അതിൻ്റെ തിയറികളെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതേസമയം കുളോംസ് തിയറി എന്താ ചെയ്യുന്നതെന്നറിയോ, റീറ്റെയിനിങ് വോളും അതുപോലെ തന്നെ അതിൻ്റെ ഫെയിലർ പ്ലെയിനിലുള്ള സോയിൽ മാസ് ഉണ്ടല്ലോ, മൊത്തത്തിലൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ആ ഒരു മൊത്തം സോയിൽ മാസ് റിറ്റേണിംഗ് വോളിനെ ഒരു മെറ്റീരിയലായിട്ട് ആയിട്ട് എടുത്തിട്ട് ഒരൊറ്റ എലമെൻ്റാക്കി കൺസിഡർ ചെയ്തിട്ടാണ് കുളോംസ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് കൺസിഡറിങ് ദ ഇക്വിലിബ്രിയം ഓഫ് ആൻ എലമെൻറ്റ് വിത്തിൻ ദ മാസ് ഓഫ് ദ മെറ്റീരിയൽ, കുളോം കൺസിഡേർഡ് ഇക്വിലിബ്രിയം ഓഫ് whole of the material supported by a retaining wall in the form of a wedge which tends to break away from the rest of the backfill when the wall moves. ഓക്കെ, അതായത് അത് മൊത്തത്തിൽ ആ ഒരു സോയിൽ ഫെയിലർ പ്ലെയിനിൻ്റെ ഉള്ളിലുള്ള സോയിലിനെ മൊത്തത്തിൽ ഒരു സോയിൽ മാസായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതെന്താ ചെയ്യുന്നത്, ഈ വാളിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ടോട്ടലായിട്ട് ആ മൊത്തം ബാക്ക്ഫിൽ നിന്നും ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ മൊത്തമായിട്ട് അതങ്ങ് ബ്രേക്ക് അവേ ആവുന്ന രീതിയിലാണ് കുളോമിൻ്റെ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ട്രയാങ്കുലർ മാസ് ഓഫ് സോയിൽ ബിറ്റ്വീൻ ദിസ് പ്ലെയിൻ ആൻഡ് പ്ലെയിൻ ഫെയിലർ, അതായത് ആ ഫെയിലർ പ്ലെയിനിൻ്റെയും റിറ്റൈനിങ് വാളിൻ്റെ ഇടയ്ക്കുള്ള മൊത്തം ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു സോയിൽ മാസ് ഉണ്ടല്ലോ, അതിനാണ് സ്ലൈഡിംഗ് വെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കുളംബ് അതിനെ സ്ലൈഡിംഗ് വെഡ്ജ് എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വെഡ്ജ് തിയറി എന്നുള്ളൊരു പേരും കൂടെ വന്നിട്ടുണ്ട്. ഇനി കുളോം തിയറിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ബാക്ക്ഫില്ലിനെ നമ്മൾ കുളോംബ് കൺസിഡർ ചെയ്തിട്ടുള്ളത് ഡ്രൈ ആണ്, ഹോമോജീനസ് ആണ്, ഐസോട്രോപ്പിക് ആണ്, അതുപോലെ തന്നെ ഇലാസ്റ്റിക്കലി അൺഡിഫോമബിൾ ആണ്, ബ്രേക്കബിൾ ആണ്, ഗ്രാനുലാർ മെറ്റീരിയൽ ആണ്, പ്രൊസസിങ് ഇന്റേണൽ ഫ്രിക്ഷൻ ബട്ട് നോ കൊഹഷൻ. ഇതിലും കൊഹഷൻലെസ് സോയിലാണ് കുളോംബും കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ റാങ്കൈൻസും അങ്ങനെ തന്നെയായിരുന്നു, കൊഹഷൻ കൺസിഡർ ചെയ്യാതെയായിരുന്നു ഡെവലപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ റപ്ചർ സർഫസ് ഇസ് അസ്യൂംഡ് ടു ബി പ്ലെയിൻ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ഇൻ ദ അനാലിസിസ്. ആ റപ്ചർ സർഫസ് പ്ലെയിൻ ആയിട്ടാണ് കുളം കരുതിയിട്ട്, അതായത് പ്ലെയിൻ അല്ല കർവ്ഡ് ആവാം എന്നുള്ളത് കുളമിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അനാലിസിസിൻ്റെ പർപ്പസിൽ അത് പ്ലെയിൻ ആയിട്ട് അത് അസ്യൂം ചെയ്തു. പിന്നെ സ്ലൈഡിംഗ് വേർഡ്സ് ആക്ട് ആസ് എ റിജിഡ് ബോഡി, അത് മൊത്തത്തിൽ സ്ലൈഡിംഗ് വേർഡ്സ് ഒരു റിജിഡ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ എർത്ത് ത്രസ്റ്റ് ഇസ് ഒബ്റ്റൈൻ ബൈ കൺസിഡറിങ് ഇറ്റ്സ് ഇക്വിലിബ്രിയം. അതിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് ത്രസ്റ്റിൻ്റെ വാല്യൂസ് എല്ലാം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ മറ്റേതിൽ എന്താണ് ഒരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്തിട്ടായിരുന്നു എർത്ത് ത്രസ്റ്റിൻ്റെ വാല്യൂസ് കൺസിഡർ ചെയ്തത്. അതേസമയത്ത് ഇവിടെ ആ സ്ലൈഡിംഗ് വേർഡ്സ് മൊത്തത്തിൽ റിജിഡ് ബോഡി ആയിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്നും എർത്ത് ത്രസ്റ്റിനെ കണ്ടുപിടിക്കുകയാണ്. അതുപോലെ ഈ വാളിൻ്റെ ബാക്ക് ഇൻക്ലൈൻ ആവാം, വേർട്ടിക്കൽ ആവാം, പ്രശ്നമില്ല. അതുപോലെ തന്നെ എർത്ത് പ്രഷറിൻ്റെ റിസൾട്ടൻറ്റ് എർത്ത് പ്രഷറിൻ്റെ ഡയറക്ഷനും പൊസിഷനും നോൺ ആയിരിക്കും. ഓക്കെ, റാങ്കൈൻസിൽ അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. കുളോംസിൽ അത് ആദ്യമേ നോൺ ആണെന്നാണ് അതിൽ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ വാളിൻ്റെ ബാക്ക് എന്ന് വാളിൻ്റെ ബാക്ക് സൈഡ് റഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ റാങ്കൈൻസിൽ അത് സ്മൂത്ത് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള ആക്റ്റീവ് പ്രഷർ ഫോർ കോഷൻലെസ് സോയിലും പാസീവ് പ്രഷറും എങ്ങനെയാണെന്ന് നോക്കുക. അതിൻ്റെ ഫിഗർ നോക്കൂ, ഒരു വെഡ്ജ് ഷേപ്പിൽ വരുന്നത് കണ്ടില്ലേ,
ഉണ്ട്. അതായത് ഇതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെയാണ്, അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ കുറച്ചുകൂടി ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. സോ ഈ രീതിയിൽ ഒരു വെഡ്ജ് ഷേപ്പിലാണ് ഇതിൻ്റെ കാണിച്ചിട്ടുള്ളത്. മൊത്തം കണ്ടൊരു വെഡ്ജിന് താഴെ W താഴോട്ട് മൊത്തത്തിൽ ഇതിനെ ഒരു സോയിൽ മാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷൻ h/3 ഡിസ്റ്റൻസിൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നതൊക്കെ, അതായത് ഇതെല്ലാം നേരത്തെ നോൺ ആയ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് പാസീവിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡിഫറൻസ് എന്നാൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും പാസീവ് പ്രഷറിൻ്റെ കേസിൽ വരിക. ഇനി ഇക്വേഷൻ നോക്കൂ, PA എന്ന് പറഞ്ഞാൽ ഹാഫ്, സെയിം ഇക്വേഷൻ തന്നെയാണ്, ഹാഫ് അതായത് ആ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഹാഫ് KA γ/h² ആണ് ആക്റ്റീവ് പ്രഷർ ഫോഴ്സ്, ഇത് ഫോഴ്സ് ആണ് ക്യാപിറ്റൽ PA. അതേ സമയത്ത് പാസീവിൻ്റെ കേസിലും പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഹാഫ് KA γ/h² തന്നെയാണ്, സോറി KP γ/h² തന്നെയാണ്. പക്ഷേ ഡിഫറൻസ് ഇവിടുത്തെ KA KP കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, KA KP എന്ന് പറയുമ്പോൾ അതിൽ സൈനിൻ്റെ ഫൈ, അതുപോലെ ബീറ്റ, ആൽഫ, ഡെൽറ്റ, ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് KA KP വന്നിട്ടുള്ളത്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പ്രോബ്ലം ചെയ്യാൻ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് എല്ലാം. ഇനി ഈ കുളോം തിയറിയുടെയും റാങ്കിൻസ് തിയറിയുടെയും കമ്പാരിസൺ. ഓക്കെ, ഒരിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്താ ഇതിൻ്റെ കമ്പാരിസൺ ചോദിച്ചിട്ടുള്ളതാണ്. സോ കുളോംസ് തിയറിയിൽ എന്താ ചെയ്യുന്നത്, കൺസിഡേഴ്സ് എ റിറ്റൈനിങ് വാൾ ആൻഡ് ദ ബാക്ക് ഫിൽ ആസ് എ സിസ്റ്റം. റിറ്റൈനിങ് വാളും ബാക്ക് ഫില്ലും കൂടെ ഒരൊറ്റ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു അല്ലേ. അതേസമയം റാങ്കിൻസ് തിയറിയിൽ എന്താണ്, സോയിൽ മാസ് ഉള്ള ഒരു എലമെൻറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബാക്ക് ഫിൽ സർഫസ് മേ ബി പ്ലെയിൻ ഓർ കർവ്ഡ്. കുളോം തിയറി എന്താണ്, ബാക്ക് ഫില്ലിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആവാം, കർവ്ഡ് ആവാം കുളോംസ് തിയറിയിൽ. പക്ഷേ റാങ്കിൻസ് തിയറിയിൽ അത് പ്ലെയിൻ സർഫസ് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ടോട്ടൽ എർത്ത് ത്രസ്റ്റ് ഈസ് ഫസ്റ്റ് ഒബ്റ്റെയിൻ ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ എർത്ത് പ്രഷർ ആർ അസ്യൂം ടു ബി നോൺ. കുളോംസ് തിയറിയിൽ എർത്ത് ത്രസ്റ്റ്, അതായത് നമ്മളുടെ പ്രഷറിൻ്റെ വാല്യൂ എല്ലാം ഫസ്റ്റ് തന്നെ ഒബ്റ്റെയിൻ ചെയ്യും, എന്നിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ പൊസിഷനും ഡയറക്ഷനും ഒക്കെ നമ്മൾ നോൺ ആണെന്ന് അസ്യൂം ചെയ്ത് വെക്കും. ആ രീതിയിലാണ് ആ തിയറി വരുന്നത്. ഇനി റാങ്കിൻസ് തിയറിയിലേക്ക് വരുമ്പോഴോ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോയിൽ മാസിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയത്തിനെ കൺസിഡർ ചെയ്യും അല്ലേ, എന്നിട്ട് അവിടുത്തെ പ്രഷർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, റിറ്റൈനിങ് വാൾ ഇസ് ഇമാജിൻ ടു ബി ഇന്റർപോസ്റ്റ് ലേറ്റർ. എന്നിട്ട് അവിടെ ആ പ്രഷർ കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ഒരു റിറ്റൈനിങ് വാളിനെ നമ്മൾ അവിടെ ഇന്റർപോസ് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൊക്കേഷനും ടോട്ടൽ എർത്ത് ത്രസ്റ്റിൻ്റെ ലൊക്കേഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ഇതിലെ ഡിഫറൻസ്. ഇനി കുളോം തിയറി മോർ വേഴ്സറ്റൈൽ ആണ്, റാങ്കിൻസ് തിയറി ലെസ് വേഴ്സറ്റൈൽ. അതായത് നമ്മുടെ ബാക്ക് ഫീൽഡിൻ്റെ ഷേപ്പ് പ്ലെയിൻ അല്ല, കർവ്ഡോ അല്ലെങ്കിൽ ഇൻക്ലൈൻഡോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പിൽ വന്നാലൊക്കെ നമുക്ക് കുളോംസ് തിയറി യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം റാങ്കിൻസ് തിയറി എന്ന് പറഞ്ഞാൽ ലെസ് വേഴ്സറ്റൈൽ, അതായത് അത് പ്ലെയിൻ സർഫസ് ആണെങ്കിൽ മാത്രമേ റാങ്കിൻസ് തിയറി ഉള്ളൂ. പിന്നീടാണ് എന്താ വേറെ ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസും കാര്യങ്ങളും റാങ്കിൻസ് തിയറിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ്ലി റാങ്കിൻസ് തിയറി വെറും പ്ലെയിൻ സർഫസിന് മാത്രം പറ്റുന്ന, അല്ലെങ്കിൽ കൊഹഷനിലെ സോയിലിന് മാത്രം പറ്റുന്ന രീതിയിലായിരുന്നു റാങ്കിൻസ് തിയറി ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് ലെസ് വേഴ്സറ്റൈൽ ആണ്. പിന്നെ കുളോംസ് തിയറി മോർ റാഷണൽ ആണ്. റാങ്കിൻസ് തിയറി റിലേറ്റീവ്ലി സിമ്പിൾ ആൻഡ് മോർ കോമൺലി യൂസ്ഡ് അല്ലേ. ഒരുവിധം പൊതുവേ എല്ലാ എക്സാമ്പിൾസിലും പൊതുവെ എല്ലാ കേസസിലും നമുക്ക് റാങ്കിൻസ് തിയറി യൂസ് ചെയ്യാം. ഇനി റാങ്കിൻസ് തിയറി ആപ്ലിക്കബിൾ അല്ല എന്നുള്ളിടത്ത് മാത്രമേ കുളോംസ് തിയറി യൂസ് ചെയ്യാറുള്ളൂ പൊതുവെ. സോ നമ്മൾ ഈ ഒരു സിലബസ് പ്രകാരം നമ്മൾ റാങ്കിൻസ് തിയറി യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു തിയറിയും കാര്യങ്ങൾ അസംഷൻസ് അതിലെ ഇക്വേഷൻസ് എല്ലാം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലേക്ക് പഠിക്കാം. Okay, thank you.